ഹരി ഓം 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 ഹരി ഓം. ധ്യാനജപാദികൾ ചെയ്തിടാത്തോൻ ആനന്ദാമൃതമുന്നില്ല. ധ്യാനജപാദികൾ ചെയ്തിടാത്തോൻ ആനന്ദാമൃതമുന്നില്ല. ധർമ്മം ദയ ഇവ കൂടാതെ സൽക്കർമ്മം ചെയ്യാൻ കഴിയില്ല. സൽക്കർമ്മം ചെയ്യാൻ കഴിയില്ല. ഹരി ഓം 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 ഹരി ഓം. സംഘം മുഴുവൻ പോയിടാതെ സംസാരാഗ്നി കെടുകില്ല. സംഘം മുഴുവൻ പോയിടാതെ സംസാരാഗ്നി കെടുകില്ല. ഉള്ളിലസൂയയൊഴിഞ്ഞിടാതെ ഭഗവാൻ നേരിൽ വരുകില്ല. ഭഗവാൻ നേരിൽ വരുകില്ല. ഹരി ഓം 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 ഹരി ഓം. ഉത്സന്റെ അടുത്ത് പോയിട്ടല്ല അത്, അവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന ചില പ്രശ്നങ്ങൾ. ഭഗവത്ഗീതയിൽ അർജുനന്റെ പ്രശ്നം ഭഗവാനോട് അവതരിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഗീത ജനിക്കുമായിരുന്നോ? മനസ്സിലാവുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഭാഗവതം തുടങ്ങിയ പുരാണങ്ങളെല്ലാം ഓരോ ശിഷ്യന്മാർക്കുണ്ടായ അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കുണ്ടായ ഓരോ പ്രശ്നങ്ങളും പിന്നീട് അതിന് കൊടുത്ത പരിഹാരങ്ങൾ. ആ പരിഹാരങ്ങൾ പറയുന്നതിൻ്റെ കൂട്ടത്തിലാണ് അവതാരങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അവതാരങ്ങളുടെ ഉപദേശങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത്. അപ്പം മനുഷ്യ ജീവിതത്തിലുണ്ടാകുന്ന മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങളെയാണ് നമ്മുടെ പൂർവികന്മാർ ഈ പുരാണങ്ങളിലൂടെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ കുട്ടിക്കാലത്തെ മനസ്സിലാക്കാത്തതുണ്ടല്ലോ. 3 തരം വിഡ്ഢികൾ ലോകത്തിൽ എപ്പോഴും ഉണ്ടാവും. ഒന്നാമത്തെ കൂട്ടം വിഡ്ഢികൾ ആരാന്നറിയോ? എനിക്കൊന്നും വരില്ല, അടുത്തുള്ളവർക്കൊക്കെ വരാം, എനിക്കൊന്നും വരില്ല. ഇങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടോ? കുറേ ആൾക്കാർ സമൂഹത്തിലുണ്ടോ? എനിക്കൊന്നും വരില്ല. ഇനി രണ്ടാമത്തൊരു കൂട്ടരുണ്ട്. അതാരാന്നറിയോ? എന്തു വന്നാലും എനിക്ക് നേരിടാൻ പറ്റുന്ന, വരുന്നിടത്ത് വെച്ച് ഞാൻ കണ്ടോളാം, യു മൈൻഡ് യുവർ ബിസിനസ്, ഐ വിൽ ഫേസ് ഇറ്റ് എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. വിൽ പവർ കൊണ്ട് നേരിടുമെന്ന് പറയുന്നത്. അങ്ങനെയും കുറേ വിഡ്ഢികളെ കാണാം. അതാണല്ലോ അർജുനനൊക്കെ ഉണ്ടായത്. കൃഷ്ണ തേരെടുക്കും, ഞാൻ കണ്ടോളാം, ഞാൻ നേരിട്ടോളാം എന്നൊക്കെ പറയുന്നൊരു ധാർഷ്ട്ര്യഭാവം. മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്. അവരാണ് ഭക്തന്മാരെന്ന് പറയുന്നവർ. അവരും ഒരു വിഡ്ഢികൾ തന്നെയാണ്. അവരുടെ വിഡ്ഢിത് എന്താണ്? ഗുരുവായൂരപ്പൻ എനിക്കൊരു വിഷമവും തരില്ല, എൻ്റെ വിഷമങ്ങളൊക്കെ ഗുരുവായൂരപ്പൻ അറിയാം, എനിക്ക് അറിഞ്ഞുകൊണ്ട് ഗുരുവായൂരപ്പൻ ഒരു വിഷമവും തരില്ല. ചില അമ്മമാർ വളരെ ഇന്നസെൻ്റ് ആയിട്ട് നമ്മളോട് ചോദിക്കുകയും ചെയ്യും, സ്വാമി ഞാൻ എന്നും തൊഴുന്ന ആളാണ്, എനിക്കൊരു വിഷമവും ഗുരുവായൂരപ്പൻ തരില്ലല്ലോ. ഒട്ടുമില്ല, കാരണം നിങ്ങൾ തന്നെ ഒരു വിഷമമാണ് ഗുരുവായൂരപ്പനെ, ഇതിനും വലിയ വിഷമം വേറെ ഇല്ല. ഇങ്ങനെ കണക്കാക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ദൈവം എനിക്ക് യാതൊരു വിഷമവും തരില്ല എന്ന് പറയുന്നത്. അത് വേറൊരു വിഡ്ഢികളാണ്. എന്നാൽ വിവേകികളായിട്ടുള്ള ആളുകൾ അവർ എങ്ങനെയുള്ളവരാണ്? ഇന്നെനിക്ക് വരാം, ഇന്നെനിക്കുണ്ട്, നാളെയും വരാം, എന്തു വന്നാലും ഞാൻ അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത്, ഇത് ഇപ്പോൾ എനിക്കറിയില്ല, അതുകൊണ്ട് ഇതറിയുന്ന മഹാത്മാക്കളിൽ നിന്ന് അതിൻ്റെ മാർഗങ്ങൾ ഞാൻ മനസ്സിലാക്കി വെക്കണം എന്നുള്ള ജിജ്ഞാസുക്കളാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോണ്ടല്ലോ 2 തരം പരിഹാരങ്ങളുണ്ട് ലോകത്തിലെ ഏത് പ്രശ്നങ്ങൾക്കും. ഒന്ന് നിങ്ങൾക്ക് താൽക്കാലികമായും പരിഹരിക്കാം, നിങ്ങൾക്കതിനെ പെർമനൻ്റ്ലിയും പരിഹരിക്കാം.
ഉദാഹരണത്തിന് കാലിലൊരു മുള്ള് തറച്ചിട്ടുണ്ടെങ്കിൽ അത് പഴുത്തു, അതെങ്ങനെ പസ്സൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് നിങ്ങൾ ആ പസ്സൊക്കെ എടുത്ത് കളഞ്ഞിട്ട് മരുന്നൊക്കെ വെച്ച് കെട്ടിയാൽ ചെറിയൊരു ഉണക്കൊക്കെ വരും, ചെറിയൊരു വേദനയ്ക്ക് ശമനം ഉണ്ടാവും. പക്ഷേ പ്രശ്നം പരിഹരിക്കപ്പെടുന്നുണ്ടോ? ഉണ്ടോ? കാലിന് പ്രശ്നമുണ്ടാക്കിയ മുള്ളിനെ എടുത്ത് കളയാത്തോടത്തോളം കാലം ആ പ്രശ്നം പരിഹരിക്കാൻ സാധ്യമല്ല. ഒരു പ്രശ്നത്തെ നമുക്ക് താൽക്കാലികമായും പരിഹരിക്കാം, ഒരു പ്രശ്നത്തെ നമുക്ക് യഥാർത്ഥ വിധത്തിലും പരിഹരിക്കാം. ഈ താൽക്കാലിക പരിഹാരമാണ് നമ്മൾ ഈ ജ്യോത്സ്യന്മാരുടെ അടുത്തേക്ക് പോവല്, നിങ്ങൾ ഈ അമ്പലങ്ങളിലേക്ക് പോവലൊക്കെ. തൽക്കാലം നിങ്ങൾക്കൊരു പരിഹാരം കിട്ടും, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ശാസ്ത്രങ്ങൾ പഠിക്കുന്നതിലൂടെ ആ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് സ്ഥിരമായി പരിഹരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഭാഗവതത്തിലെ 3-ാമത്തെ സ്കന്ധം ഇവിടെ ഒരു പ്രശ്നത്തിലൂടെയാണ് ആരംഭിക്കുന്നത്. നേരത്തെ ഉദ്ധവരെ സംവാദം പറഞ്ഞു. അങ്ങനെ ശ്രീകൃഷ്ണൻ്റെ ദേഹവിയോഗമൊക്കെ ഉദ്ധവരിലൂടെ മനസ്സിലാക്കി. എനിക്ക് ഭാഗവതം മനസ്സിലാക്കി തരാൻ ഭഗവാൻ ആരെ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്? മൈത്രേയ മഹർഷി ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ടെന്ന് വിതുരര് ഉദ്ധവരിലൂടെ അറിഞ്ഞ് ഹരിദ്വാറിലേക്ക് പുറപ്പെടുന്നു. അങ്ങനെ ഹരിദ്വാറിൽ വെച്ച് വിതുരര് മൈത്രേയ മഹർഷിയെ കാണാണ്. ചെല്ലുന്നു, അവിടെ ചെന്ന് നമസ്കരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന്. ആ പാതാരവിന്ദത്തിൽ ഇരുന്നു കൊണ്ട് ചോദിക്കുന്ന ചോദ്യം 3ാം സ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായത്തിലൂടെ ആരംഭിക്കുന്നു. ദ്വാരിദ്വനദ്യാർഷഭക്കുരൂണം മൈത്രേയമാസീന മഹാദബോധം ക്ഷത്തോപസൃത്യാച്യുതഭാവശുദ്ധാം പപ്രച്ഛ സൗശീല ഗുണാബ്ദിതൃപ്താം. ആ മൈത്രേയ മഹർഷിയുടെ അടുത്ത് എന്നിരുന്ന് കുരുവംശത്തിലെ മഹാനായിരിക്കുന്ന വിതുരര് പപ്രച്ഛ ഇങ്ങനെ ചോദിച്ചു എന്നാണ്. നല്ല ചോദ്യമാണ് ഈ ചോദ്യം. എനിക്ക് തോന്നുന്നു ഭാഗവതമൊക്കെ നമ്മൾ കുട്ടിക്കാലത്തെ പഠിക്കേണ്ടതായിരുന്നു. കാരണം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികന്മാർ കണ്ടത് ഇവിടെ കാണാൻ പറ്റും. വിതുരവുവാചാം സുഖായ കർമാണി കരോതി ലോകോ നദൈ സുഖം വാനിതു പാരമം വാം പിന്ദേതഭൂയത്തവയ തവയേവ ദുഃഖം യതത്ര യുക്തം ഭഗവൻ വദിന്നാം. സുഖായ കർമാണി കരോതി ലോകേ, ഈ ലോകത്തിലുള്ളവർ സുഖായ കർമാണി കരോതി ലോക. വളരെ ലളിതമാണ് മനസ്സിലാക്കാൻ. കരോതി ചെയ്യുന്നു, ലോകത്തിലുള്ളവർ കർമ്മങ്ങൾ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? സുഖായ. എല്ലാം ചെയ്യുന്നത് സുഖത്തിന് വേണ്ടിയിട്ടാണ്, ആണല്ലോ. നമ്മൾ എന്തു ചെയ്യുന്നതിൻ്റെ പിന്നിലും ഇത് ചെയ്തു കഴിഞ്ഞാൽ സുഖം കിട്ടണേ, സുഖം കിട്ടണേ, സുഖം കിട്ടണേ എന്നുള്ളതാണ്. സ്കൂളുകളിൽ പഠിക്കണു, നല്ല മാർക്ക് കിട്ടണം, അപ്പം സുഖം കിട്ടും. മാർക്ക് കിട്ടിയാൽ മാത്രം പോരാ, ഉയർന്ന പഠനത്തിലേക്ക് പോകണം, വേണ്ടേ? അതിന് അഡ്മിഷൻ കിട്ടണം, അപ്പം സുഖം കിട്ടും. അത് മാത്രം പോരാ, ഈ പഠനമൊക്കെ കഴിഞ്ഞാൽ എനിക്ക് ജോലി വേണം, അപ്പം സുഖം കിട്ടും. ജോലി മാത്രം പോരാ, ഉയർന്ന ശമ്പളം കിട്ടണം, അപ്പം സുഖം കിട്ടും. ഉയർന്ന ശമ്പളം മാത്രം പോരാ, ഉയർന്ന നിലവാരത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റണം, അപ്പം സുഖം കിട്ടും. ഉയർന്ന നിലവാരത്തിലുള്ള ജീവിതം കിട്ടണമെങ്കിൽ ഉയർന്ന നിലയിലുള്ള ഫ്ലാറ്റ് മേടിക്കണം. ശരി, അങ്ങനെയൊരു ഫ്ലാറ്റ് മേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് സുഖം കിട്ടും. ഇനി അങ്ങനെയുള്ള ഒരു ഫ്ലാറ്റിൽ ഞാൻ മാത്രം ജീവിച്ചാൽ പോരാ, ഞാൻ മാത്രം ജീവിച്ചാൽ ഞാൻ ഫ്ലാറ്റ് ആവും. അതുകൊണ്ട് എൻ്റെ ജീവിതം ഫ്ലാറ്റാക്കാൻ എനിക്ക് അതുപോലെ തന്നെ സാലറി മേടിക്കുന്ന ഒരു പെൺകുട്ടിയും കൂടി കിട്ടണം, അപ്പം എൻ്റെ ജീവിതം സുഖമാവും. ഇനി അവൾ വരുന്നു, ആ വരുന്നതോട് കൂടിയിട്ട് അയാൾക്കൊന്ന് മനസ്സിലായി, ഒരു കണക്ക് കൂട്ടൽ തെറ്റിയെന്ന്. അവിടെ നിന്നാണ് ആദ്യത്തെ പാഠം പഠിക്കുന്നത്. പിന്നെയും മനസ്സിനൊരു ഉറപ്പ് വെച്ചു, സാരല്ല, എങ്ങനെയൊക്കെ പോട്ടെ കാര്യങ്ങൾ, ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ആയിട്ട് പോട്ടെ എന്ന്. അത് കഴിഞ്ഞൊരു കുട്ടി ഉണ്ടായാൽ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് വിചാരിച്ചു. കുട്ടി വന്നു. പിന്നെയാണ് അയാൾ മനസ്സിലാക്കിയത്, ഒരു പ്രശ്നം കൂടിയും കൂടെ ചെയ്തത്, കുറയല്ല ചെയ്തത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ വിചാരിച്ചെന്നാൽ രണ്ടാമതൊരു കുട്ടി വന്നാൽ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കപ്പെട്ടു. ഒന്ന് ഇടത്താണെങ്കിൽ മറ്റത് വലത്താണ്. ഏതായാലും അതും കൂടി വന്നു. പിന്നെ ഉണ്ടല്ലോ ഈ സുഖങ്ങളും ദുഃഖങ്ങളും, ദുഃഖങ്ങളും സുഖങ്ങളും ക്രമേണ എന്ത് മനസ്സിലായി? സുഖത്തിനേക്കാൾ കൂടുതൽ ദുഃഖമാണ്. പിന്നെ ദുഃഖം ഒരു സുഖമായി മാറി. അതെന്താണെന്ന് വെച്ചാൽ ചൊറിയുന്നതേ ഒരു സുഖം. അതിനെ പറയും ചൊറി മാന്തി സുഖം എന്ന്. കാരണം കുറേ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഒരു നീറ്റൽ വരും. ആ നീറ്റൽ വന്ന് പിന്നെ ചൊറിച്ചിലില്ലെങ്കിലൊരു ദുഃഖം. എന്തു പറ്റി? ചൊറിയാൻ എവിടെയില്ല എന്നുള്ളത്, അതൊരു ദുഃഖം. ഇതാണ് ഇപ്പോഴത്തെ ആളുകളുടെ ജീവിതം എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. അപ്പോൾ സുഖായ കർമാണി കരോതി
ലോകേ. ഈ ലോകത്തിലുള്ളവരൊക്കെ സുഖത്തിന് വേണ്ടി കർമ്മം ചെയ്യണം. എന്നിട്ടോ നതൈ സുഖം, അവർ വിചാരിച്ച സുഖം അവർക്ക് പ്രതീക്ഷിച്ച് അത്ര കിട്ടുന്നില്ല. എന്നാ അന്യതുപരമം വാ, എന്നാ ദുഃഖം കുറയുന്നുണ്ടോ? ദുഃഖം എങ്ങാനും കുറയുന്നുണ്ടോ? അതുമില്ല. പിന്തേത ഭൂയത്തവയത്ര ദുഃഖം, അവരുടെ ദുഃഖം ഭൂയ 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 ക്രമേണ ക്രമേണ കൂടി വരുന്നു. ഇതത്ര യുക്തം ഭഗവൻ വദേന, ഇതെന്തുകൊണ്ടാണെന്ന് ഭഗവൻ എനിക്ക് പറഞ്ഞു തന്നാലും. ഇപ്പൊ ചോദ്യം എന്താണ്? സുഖം പ്രതീക്ഷിക്കുന്നു, പക്ഷെ സുഖത്തേക്കാൾ ഉപരി കിട്ടുന്നത് ദുഃഖമാണ്. എന്തുകൊണ്ട് നമ്മുടെ കണക്കുകൂട്ടൽ തെറ്റിപ്പോകുന്നു? ശരിക്കും നമ്മൾ സുഖം പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ എന്ത് തന്നെ കിട്ടണം? ഇന്ന് ലോകത്തിൽ അങ്ങനെയാണല്ലോ ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയും. നിങ്ങൾ അത് തന്നെ പ്രതീക്ഷിച്ച് 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 പോയാൽ നിങ്ങൾക്ക് അത് കിട്ടണം എന്നാണ്. അതെന്തുകൊണ്ട് കിട്ടുന്നില്ല? അതിൻ്റെ ഫിലോസഫി എന്താണ്? അതെന്താണ് കാരണം എന്ന് പറയണം. നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കൂ, നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഏത് മേഖലകളിലും ജീവിക്കുന്നവരുണ്ടല്ലോ, അവരുടെയൊക്കെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും, ഏത് മേഖലകളിലും. അപ്പോൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് സുഖായ കർമാണി കരോതി ലോകേ നദൈ സുഖം വാനിതുപാരമം വാ? ഇത് നമ്മൾ ശരിക്കും പഠിക്കണം. നമ്മളൊക്കെ സുഖം പ്രതീക്ഷിക്കുന്നു, പക്ഷെ എന്തുകൊണ്ട് നമുക്ക് സുഖം കിട്ടുന്നില്ല? ഇതിനെന്താണ് കാരണം? നമ്മളൊക്കെ എല്ലാവരും ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ സുഖം പ്രതീക്ഷിക്കുകയാണ്. സുഖം പ്രതീക്ഷിക്കുകയാണ്. എവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നു? ഒന്നുകിൽ വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ വസ്തുക്കളിൽ നിന്നോ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മളിൽ നിന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്, അതോ അന്യരിൽ നിന്നാണോ? നമ്മളിൽ നിന്നല്ല. നമ്മളിൽ നിന്നാണെങ്കിൽ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇഫ് ഇറ്റ് ഈസ് ദർ ദെൻ യു നീഡ് നോട്ട് എക്സ്പെക്ട്. ഉണ്ടെങ്കിൽ പ്രതീക്ഷിക്കേണ്ട. എൻ്റെ വീട്ടിൽ തന്നെ വെള്ളം ഉണ്ടെങ്കിൽ ഞാൻ വേറൊരാളുടെ വീട്ടിൽ നിന്ന് വെള്ളം പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ വീട്ടിൽ തന്നെ ന്യൂസ് പേപ്പർ വരുത്തുന്നുണ്ടെങ്കിൽ വേറൊരാളുടെ വീട്ടിൽ വായിക്കാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടോ? അപ്പം നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് നമ്മളിൽ നിന്നല്ല, നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് മറ്റുള്ളവരിൽ നിന്നാണ്. ഇത് തന്നെ നമ്മൾ താളം തെറ്റിച്ചു പറയുകയാണ്. അതെന്താണത്? നാം പ്രതീക്ഷിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് അതേ രീതിയിൽ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സാധ്യമല്ല എന്നൊരു പ്രകൃതി നിയമം നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ വേണം മറ്റുള്ളവർ എന്നോട് പെരുമാറാൻ എന്നുള്ളതാണ്. എന്നാൽ പ്രകൃതിയുടെ നിയമം എന്താണെന്ന് വെച്ചാൽ, പ്രകൃതി എന്ന് പറഞ്ഞാൽ തന്നെ വൈവിധ്യമാണ് പ്രകൃതി. അതാണ് നമ്മുടെ പൂർവികന്മാർ കണ്ടെത്തിയ വലിയൊരു ശാസ്ത്രീയ കണ്ടെത്തൽ. വൈവിധ്യം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തതയാണ്. നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ. നിങ്ങളെപ്പോലെ അതേ 100% ഒരാളെ നിങ്ങൾക്ക് ഈ ലോകത്തിൽ കാണാൻ പറ്റിയിട്ടുണ്ടോ? ഉണ്ടോ? അതേ സ്വഭാവം, അതേ അറിവ്, അതേ കഴിവ് ഉണ്ടോ? ഒരു പാട്ടുകാരൻ്റെ മകന് അതുപോലെ ആവാൻ സാധിച്ചിട്ടില്ല. ഒരു കലാകാരൻ്റെ മകൻ അതുപോലെ ആവാൻ സാധിച്ചിട്ടില്ല. ഒരു എഴുത്തുകാരൻ്റെ മകൻ അതുപോലെ എഴുത്തുകാരനാവാൻ സാധിച്ചില്ല. ഒരു പൊളിറ്റീഷ്യൻ്റെ മകൻ അതുപോലെ പൊളിറ്റീഷ്യനാവാൻ പറ്റിയില്ല. അവനൊരു പക്ഷെ പൊളിറ്റീഷ്യനായിട്ടുണ്ടാവും. ശരിയല്ലേ? അതുകൊണ്ട് പ്രകൃതിയുടെ നിയമം എന്ന് പറയുന്നത് വൈവിധ്യങ്ങളാണ് പ്രകൃതി. വൈവിധ്യം എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഈസ് ദ ലോ ഓഫ് ദി നേച്ചർ. ഡിഫറൻസ് ആണ്. ഒരു ഇലയെപ്പോലെ മറ്റൊരു ഇലയില്ല എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. നമുക്ക് സമാനത തോന്നാം, പക്ഷേ അതിൻ്റെ ഉള്ളിലും കോൺസ്റ്റിറ്റ്യൂഷന് വളരെ വ്യത്യാസമുണ്ട്. മനസ്സിലായില്ലേ? എല്ലാറ്റിലും വ്യത്യാസമുണ്ട്. ഒരേ അച്ഛൻ്റെയും അമ്മയുടെയും മക്കളായി വരുന്നവരുടെ സ്വഭാവം ഒരുപോലെയല്ല. ബ്ലഡ് ഗ്രൂപ്പ് ഒരുപോലെയാണോ? ആണോ? അവരുടെ ശരീരത്തിലുള്ള ഘടനകൾ മുഴുവൻ ഒരുപോലെയാണെന്ന് പറയാൻ പറ്റില്ല. എല്ലാം ഒരുപോലെയല്ല. അപ്പോൾ ഇവിടെ വൈവിധ്യങ്ങളാണ് പ്രകൃതിയുടെ നിയമമെങ്കിൽ, വ്യത്യസ്തതകളാണ് നിയമമെങ്കിൽ, നാം പ്രതീക്ഷിക്കുന്നത് പോലെ മറ്റൊരു വസ്തുവിനും വ്യക്തിക്കും നമ്മളോട് പെരുമാറാൻ സാധ്യമല്ല. വ്യക്തിക്ക് എന്തായാലും സാധ്യമല്ല. കാരണം നമ്മളെ പ്രതീക്ഷ ഒന്ന്, അവരുടെ പ്രതീക്ഷ വേറെ ഒന്ന്. ഒരു അച്ഛനും അമ്മയും മക്കളെ സ്നേഹിക്കുന്നത് പോലെ അതേ ഇൻറ്റൻസിറ്റിയിൽ സ്നേഹിക്കാൻ ആർക്ക് സാധ്യമല്ല? മക്കൾക്ക് സാധ്യമല്ല. ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്ന അതേ ഇൻറ്റൻസിറ്റിയിൽ, തീവ്രതയിൽ ഭർത്താവിന് ഭാര്യയെ സ്നേഹിക്കാൻ സാധ്യമല്ല. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഇതേ ഇൻറ്റൻസിറ്റിയിൽ ഞാൻ എത്ര സിൻസിയറായി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ അത്രയും സിൻസിയറായി നിങ്ങൾ എന്നെയും സ്നേഹിക്കണമെന്ന്.
കണക്കുകൂട്ടൽ തെറ്റുന്നല്ലേ? അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കേണ്ട ഒരു പാഠം, ഈ ലോകം എന്ന് പറയുന്നത് വൈവിധ്യങ്ങളാണ്. ഒരു നേച്ചറുള്ളതിനെ മറ്റൊരു നേച്ചറിന് അതുപോലെ പ്രതീക്ഷിച്ചത് കൊണ്ട് കാര്യമില്ല. ഇനി ലോകത്തിൻ്റെ രണ്ടാമത്തെ ഒരു സ്വഭാവമുണ്ട്. അതെന്താണ്? വൈവിധ്യം എന്ന് മാത്രമല്ല, ആ വൈവിധ്യങ്ങളാണെങ്കിൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതാണല്ലോ ഐൻസ്റ്റീൻ കണ്ടെത്തിയ വലിയൊരു കണ്ടെത്തൽ, ലോ ഓഫ് റിലേറ്റിവിറ്റി. ടൈം, സ്പേസ്, കോസ് ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കണം. കോൺസ്റ്റന്റ് ഫ്ലെക്സ് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ലോ ഓഫ് റിലേറ്റിവിറ്റിയിൽ പറയുമ്പോൾ, ഈ ലോകം എന്ന് പറയുന്നത് തന്നെ, പ്രപഞ്ചഘടന തന്നെ മാറ്റമാണ്. ഇന്ന് എനിക്ക് കിട്ടിയ സ്നേഹം നാളെ എനിക്ക് കിട്ടിക്കൊള്ളണമെന്ന് ഇല്ല. അമ്മായിയമ്മ പോരൊക്കെ അങ്ങനെയല്ലേ ഉണ്ടാവുന്നത്? മകൻ പണ്ട് സ്നേഹിച്ചിരുന്നു, അപ്പോഴും അമ്മ പ്രതീക്ഷിക്കുകയാണ് മകൻ സ്നേഹിച്ച് അതുപോലെ തന്നെ മകൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും എന്നോട് സ്നേഹിക്കണം. എന്നാൽ മകൻ്റെ നേച്ചർ മാറ്റിയേ പറ്റുള്ളൂ. പണ്ട് അമ്മയെ സ്നേഹിച്ചിരുന്നു, ഇപ്പോൾ അമ്മയെക്കാളും കൂടുതൽ താല്പര്യം ഭാര്യയോട് വരും. അപ്പോൾ അമ്മയെ അറ്റൻഡ് ചെയ്യുന്നത് കുറയും. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് കൺഫ്യൂഷനായി, അമ്മയ്ക്ക് വിഷമമായി, അമ്മയ്ക്ക് തനിക്ക് കിട്ടുന്ന സ്നേഹം നഷ്ടപ്പെടുമ്പോൾ ആ ദേഷ്യം ആരോട് തീർക്കണം? മരുമകളോട് തീർക്കണം. അപ്പം ആ പോരിൻ്റെ പേരാണ് മരുമകളുടെ പോര്. അതുകൊണ്ട് ഒരു അമ്മായിയമ്മ ഉണ്ടല്ലോ, മരുമകൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത്, വീട്ടിലേക്ക് വന്ന് കല്യാണം കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ ഒരു ഉറപ്പ് വരുത്തണം തനിക്ക്, എത്രത്തോളം മരുമകൾക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന്, ഇവൾ എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നു. അപ്പം ഇത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് മരുമകളോട് ചോദിച്ചു, അവൾക്ക് എത്ര എന്നോട് ആദരവും വിനയൊക്കെ ഉണ്ടെന്ന്. മോളെ, അമ്മയോട് കുട്ടിക്ക് എത്ര സ്നേഹമുണ്ട് അമ്മയൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. അപ്പം അമ്മ കട്ടിലിൻ്റെ മുകളിലാണ് അമ്മ ഇരിക്കുന്നത്. കട്ടിലിൻ്റെ മുകളിൽ ഇരിക്കുകയാണെങ്കിൽ മോള് അമ്മയുടെ എവിടെ ഇരിക്കുക? അപ്പോൾ കട്ടിൽ തന്നെ ഇരിക്കുന്ന പറഞ്ഞാൽ ഇവൾ തിരിച്ചടിക്കുന്ന ഉറപ്പാണ്. അപ്പോൾ അവൾ നല്ല ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു. അവൾ പറഞ്ഞു, അമ്മ കട്ടിലിരിക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടി ഉയരം കുറഞ്ഞൊരു ചെയറിലിരിക്കും. അപ്പോൾ അമ്മയ്ക്കൊരു തോന്നൽ, ഇവൾക്ക് എന്നെ നല്ലോണം ആദരവുണ്ട്, ബഹുമാനമുണ്ടെന്ന്. അപ്പോൾ അമ്മയ്ക്ക് ഒന്നുകൂടി സംശയം, ശരിക്കുള്ള ആദരവാണോ? ഒന്നുകൂടി പരീക്ഷിക്കാം. ഞാൻ ചെയറിലിരിക്കുകയാണെങ്കിലോ? തീർച്ചയായിട്ടും ഞാൻ അമ്മയെ കുറേയും കൂടി താഴ്ചയുള്ള സ്റ്റൂളിലിരിക്കും. അപ്പം അമ്മയ്ക്ക് തോന്നി തരക്കടില്ല, മരുമകൾ ബുദ്ധിയുള്ളവർ തന്നെയാണ്, അവൾക്ക് സ്നേഹമൊക്കെ ഉണ്ടെന്ന്. എന്നാലും അമ്മയ്ക്കൊരു സംശയം ഉണ്ടാവോ ശരിക്കുള്ളത്? ഒന്നുകൂടി അറിഞ്ഞേക്കാം. ഞാൻ സ്റ്റൂളിലിരിക്കുകയാണെങ്കിലോ? അപ്പോൾ അവൾ പറഞ്ഞു, പിന്നെ സ്റ്റൂളിനേക്കാളും താഴെയുള്ളത് പലകയാണ്. അപ്പം ഞാൻ അമ്മയെ പലകയിലിരിക്കുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഒന്നുകൂടി ഒരു ക്ലാരിഫിക്കേഷൻ വേണം. ഞാൻ പലകയിലിരിക്കുകയാണെങ്കിലോ? ഞാൻ അമ്മയെക്കാളും താഴെ നിലത്തിരിക്കും അമ്മേ. തരക്കടില്ല മരുമകൾ. അപ്പം അമ്മയ്ക്ക് ഒന്നുകൂടി അറിയണം, ഇനി ഇവളെവിടെ ഇരിക്കാന്ന് അറിയണമല്ലോ. അപ്പം ഞാൻ നിലത്തിരുന്നാലോ? അപ്പോൾ അവൾ പറഞ്ഞു, ഞാനൊരു കുഴി കുത്തിയിട്ട് അതിലിരിക്കുന്നു. ഇനിയിപ്പോൾ എവിടെ ഇരിക്കുക? ഇവരെ തലയിൽ കയറി ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴും അമ്മയ്ക്കൊരു സംശയം, ഇനിയിപ്പോൾ ഇവിടെ ഇരിക്കണം എന്ന് അറിയണമല്ലോ. ഞാൻ കുഴി കുത്തിയിരുന്നാലോ? ഇതതിൻ്റെ പാരമ്യതയിലായിത്തിരിക്കുന്നത്. ഞാൻ കുഴി കുത്തിയിട്ടിരുന്നാലോ? ഞാൻ മണ്ണിട്ട് മൂടും അമ്മയെ. ലാസ്റ്റ് ചെയ്യാനുള്ളത് അതേ ഉള്ളൂ. ഇനി ശല്യം തീർക്കാൻ എന്താ വഴി? ഇതിനേക്കാൾ അപ്പുറം ഉപദ്രവം തീർക്കാൻ വേറെ വഴിയില്ല. ഇതിലൊക്കെ അപ്പുറം പ്രതീക്ഷ വയ്ക്കുക മനുഷ്യൻ. ഒരു പരിമിതിയില്ലേ ഇതിനൊക്കെ? ചിന്തിക്കുക നിങ്ങൾ. നമ്മളൊക്കെ ഇങ്ങനെയാണ് ദുഃഖിക്കുന്നത്. ദുഃഖിക്കാൻ ഒരു കാരണം കണ്ടെത്തുകയാണ്, ഞാൻ പ്രതീക്ഷിച്ചത് കിട്ടുന്നില്ല എന്നുള്ളത്. അവിടെയാണ് ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നത്. സുഖായ കർമാണി കരോതി ലോകേ നദൈ സുഖം വാ നിതു പാരമം വാ വിന്ദേദഭൂയത്തവയേവ ദുഃഖം.